ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് മകൾ വേഴ്സസ് മരുമകൾ. സീതാപൂർ എന്ന ഗ്രാമത്തിൽ ശാരദ എന്ന സ്ത്രീ തന്റെ മക്കളായ രുക്മിണിയുടെയും പ്രസാദിന്റെയും കൂടെ ജീവിച്ചു പോന്നിരുന്നു. അവളുടെ ഭർത്താവ് രോഗം വന്ന് പണ്ടേ മരിച്ചുപോയതായിരുന്നു. അവരുടെ വേണ്ടപ്പെട്ട ബന്ധുക്കൾ ആരുമായും അവർ നല്ല ലോക്യത്തിലായിരുന്നില്ല. അതുകൊണ്ട് തന്റെ 1 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്ത് തന്റെ വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും തന്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തിയിരുന്നത് ശാരദ തന്നെയായിരുന്നു. അതുകൂടാതെ തന്നെ തന്റെ മക്കളുടെ വിദ്യാഭ്യാസ ചെലവിനായി കുറച്ച് പശുക്കളെ വാങ്ങി പശുക്കളിൽ നിന്നും കിട്ടുന്ന പാൽ വിറ്റ് മക്കളുടെ എല്ലാ വിദ്യാഭ്യാസ ചെലവുകളും നടത്തിപ്പോന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ശാരദയുടെ 2 കുട്ടികളും നന്നായി പഠിക്കുന്നവരായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി പ്രസാദ് പട്ടണത്തിലേക്ക് പോയി. തന്റെ കൂടെ പഠിച്ചിരുന്ന ശാന്തി എന്ന പെൺകുട്ടിയുമായി പ്രസാദ് സ്നേഹത്തിലായി. പ്രസാദ് തന്റെ സ്നേഹം ശാന്തിയോട് തുറന്നു പറയുന്നു. ശാന്തിക്കും പ്രസാദിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. അവർ 2 പേരും പിരിയാനാവാത്ത വിധം പ്രണയത്തിലായി. അവർ 2 പേരും തങ്ങളുടെ പഠനം പൂർത്തിയാക്കി. പ്രസാദിന് ആ പട്ടണത്തിൽ തന്നെ ജോലി ലഭിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് പ്രസാദ് തന്റെ വീട്ടിലും പോയി വന്നിരുന്നു. പ്രസാദ് ഇപ്പോൾ നല്ല നിലയിലാണ് എന്ന് കരുതി ശാരദ അവന് കല്യാണം നോക്കുവാൻ വിചാരിക്കുന്നു. കല്യാണം നടത്തിപ്പുകാരൻ ഷെഹനായി എന്നയാളെ ശാരദ വിളിപ്പിക്കുന്നു. വീട്ടിൽ വന്ന് ഷെഹനായി എന്ന ആളോട് ശാരദ ഇപ്രകാരം പറയുന്നു: ഞാൻ എന്റെ മകന് കല്യാണം നോക്കുവാൻ വിചാരിക്കുന്നു. അവനെ പറ്റിയ ഏതെങ്കിലും നല്ല കുട്ടികളുണ്ടെങ്കിൽ പറയൂ. ഇത് കേട്ട ഷെഹനായിജി തന്റെ പക്കലുള്ള പെൺകുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസും ശാരദയോട് പറയുന്നു. ഷെഹനായിജിയുടെ കയ്യിലുള്ള എല്ലാ ഡീറ്റെയിൽസ് നോക്കി അതിൽ നിന്ന് തനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് തിരഞ്ഞെടുക്കുന്നു. ഈ പെൺകുട്ടി നല്ല കുട്ടിയാണ്, ഇവളെ കല്യാണം ആലോചിച്ചാലോ? ഇത് കേട്ട് ഷെഹനായി ശരിയെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്നു. അതിനുശേഷം ശാരദ തന്റെ മകനായ പ്രസാദിനെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു. ശാരദ തന്റെ മകനെയും മകളെയും കൂട്ടി ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പെണ്ണു കാണാനായി പോകുന്നു. എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാകാതെ പ്രസാദും രുക്മിണിയും അന്തം വിട്ടിരിക്കുന്നു. ഒന്നും മിണ്ടാതെ അവർ അവിടെ നിന്ന് തിരിച്ചു പോരുന്നു. വീട്ടിൽ തിരിച്ചെത്തിയ ശേഷം ശാരദ തന്റെ മകനോട് ഇങ്ങനെ ചോദിക്കുന്നു: മോനെ, നീയൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്താണ്? അമ്മേ, ആരോട് ചോദിച്ചിട്ടാണ് ഇതൊക്കെ തീരുമാനിച്ചത്? ഇതൊന്നും നിന്നോട് ചോദിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. കാര്യങ്ങളും നിന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ ചെയ്തത്. ഇത്രയും കാലം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളെല്ലാം ചെയ്തു. അപ്പോഴൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ ഇതെന്റെ ജീവിതമാണ്. എന്നോടൊരു വാക്ക് ചോദിച്ചിരുന്നെങ്കിൽ എന്താണ് കുഴപ്പമുണ്ടായിരുന്നത്? നിന്നോടെന്താണ് ചോദിക്കേണ്ടത്? നിന്റെ കല്യാണം നടത്താൻ പോകുന്നു, നിനക്ക് സമ്മതമാണോ എന്ന് ചോദിച്ച് നിന്റെ അനുമതിക്ക് വേണ്ടി ഞാൻ കാത്തു നിൽക്കണമായിരുന്നോ? നിനക്ക് കല്യാണമാലോചന ഞാൻ നടത്തുന്നുണ്ട് എന്നൊരു വാക്ക് എന്നോട് പറയുന്നതിൽ എന്തായിരുന്നു കുഴപ്പം? ഞാൻ തടയുമായിരുന്നോ? ഇന്ന് കണ്ട പെൺകുട്ടിയെ നിനക്ക് ഇഷ്ടമായോ അതോ ഇല്ലയോ? കുറെ വർഷങ്ങളായി ഞാൻ ശാന്തി എന്ന പെൺകുട്ടിയുമായി സ്നേഹത്തിലാണ്. അവളെ കല്യാണം കഴിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അവളെ കല്യാണം കഴിക്കുന്നതാണ് എനിക്ക് താല്പര്യം. നിങ്ങൾക്ക് എൻ്റെ സന്തോഷമാണ് വേണ്ടതെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ എന്നെ അനുവദിക്കൂ. മകൻ ഇങ്ങനെയെല്ലാം പറഞ്ഞത് കേട്ട് ശാരദ തനിക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്നൊന്നും നോക്കാതെ മകന്റെ ഇഷ്ടത്തിനു വേണ്ടി ആ കല്യാണം നടത്തുവാൻ തീരുമാനിക്കുന്നു. തനിക്കിഷ്ടപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതിൽ പ്രസാദ് വളരെ സന്തോഷിച്ചു. പ്രസാദ് തന്റെ ജോലിസ്ഥലത്തേക്ക് തിരിച്ചു പോകുന്നു. ഇപ്പോൾ രുക്മിണി തന്റെ അമ്മയായ ശാരദയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഏട്ടന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നത് അമ്മയ്ക്ക് താല്പര്യമാണല്ലോ അല്ലേ? എനിക്ക് ഈ കല്യാണം ഇഷ്ടമല്ല. ആ പെൺകുട്ടിയുടെ സ്വഭാവവും നക്ഷത്രവും ഒന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു പെൺകുട്ടി മരുമകളാകുന്നതിൽ എനിക്ക് എങ്ങനെ താല്പര്യമുണ്ടാകും? ഇത് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ അവൻ ഈ വീട് വിട്ടുപോകും. അതുകൊണ്ടാണ് കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത്. ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലെങ്കിലോ? ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചില്ലെങ്കിൽ നിന്റെ ഏട്ടനെ ഞാൻ വെറുക്കപ്പെട്ടവളാകും. അതുകൊണ്ട് ഈ കല്യാണം ഞാൻ നടത്തിക്കൊടുക്കും. പക്ഷേ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ആ പെണ്ണ് താനെ ഈ വീട് വിട്ട് പോയിക്കൊള്ളും. മകന്റെ ഇഷ്ടപ്രകാരം ശാന്തിയുമായി അവന്റെ കല്യാണം നടത്തുന്നു. കല്യാണത്തിന് ശേഷം പ്രസാദ് തന്റെ ഭാര്യയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു. പുതിയ വീട് ശരിയാകുന്നതുവരെ ശാന്തിയെ തന്റെ വീട്ടിൽ തന്നെ നിർത്തി പ്രസാദ് തിരിച്ചു ജോലിക്ക് പോകുന്നു. കല്യാണം കഴിച്ചു വന്ന പുതിയ ആളായതിനാൽ ശാന്തി കുറച്ച് ലജ്ജയോടെയാണ് പെരുമാറിയിരുന്നത്. എപ്പോഴും അവൾ അവളുടെ മുറിയിൽ തന്നെ ഇരുന്നു കഴിച്ചുകൂട്ടി. പുറത്തേക്ക് വരുന്നില്ല. വീട്ടിലെ കാര്യങ്ങൾ, അടുക്കളയിലെ പണികളും എല്ലാം ശാരദ തന്നെയാണ് ചെയ്തിരുന്നത്. ഇത് കണ്ട രുക്മിണിക്ക് ഈ വക കാര്യങ്ങൾ തീരെ ഇഷ്ടപ്പെട്ടില്ല. വീട്ടിലേക്ക് വന്ന മരുമകൾ ഒരു പണിയിലും സഹായിക്കാതെ എപ്പോഴും മഹാറാണിയെപ്പോലെ ഇരിക്കുന്നത് എന്താണ് എന്ന് രുക്മിണി ചിന്തിച്ചു. രുക്മിണി ശാന്തിയോട് അടുത്ത് ചെന്ന് ഇങ്ങനെ പറഞ്ഞു:
നിങ്ങൾ ഈ വീട്ടിലെ മരുമകളാണ്. എല്ലാ പണികളും അമ്മായിയമ്മയെ കൊണ്ട് എടുപ്പിച്ച് നിങ്ങൾ വെറുതെ ഇരുന്ന് തിന്നുന്നത് ശരിയാണോ? എന്റെ അമ്മ ഇത്രയധികം ജോലികൾ ചെയ്യുന്നത് കണ്ടില്ലേ? ഒന്ന് സഹായിക്കാൻ പോലുള്ള മനസ്സില്ലേ? എനിക്കിവിടെ പുതിയ സ്ഥലമല്ലേ, അതുകൊണ്ട് കൂടുതലൊന്നും അറിയില്ല. ഇവിടെയും ഭക്ഷണം പുതിയതല്ലേ, പിന്നെ അതെങ്ങനെയാണ് തിന്നുന്നത്? ജോലികൾ ചെയ്യുന്നതിന് മാത്രം ഓരോ മുട്ട് ന്യായങ്ങൾ. ആർക്ക് എന്തൊക്കെയാണ് ഇഷ്ടമെന്ന് എനിക്കറിയില്ലല്ലോ. അറിയില്ലെങ്കിൽ എപ്പോഴും എവിടെയായിരുന്നു കഴിച്ചുകൂട്ടിയാ അത് മനസ്സിലാകുമോ? റൂമിന് പുറത്തു വന്ന ഓരോ കാര്യങ്ങൾക്ക് സഹായിക്കുമ്പോഴല്ലേ എല്ലാം മനസ്സിലാകുന്നത്. ഇവർ തമ്മിലുള്ള സംസാരങ്ങളെല്ലാം ശാരദ കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. പക്ഷേ ഒന്നും കേൾക്കാത്ത പോലെ പെട്ടെന്ന് മുറിയിലേക്ക് കയറി വരുന്നു. 3 പേരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ അമ്മായിയമ്മ ഉണർന്നു വരുന്നതിന് മുൻപേ വീട്ടിലെ എല്ലാ മുറികളും അടിച്ചുവാരി തുടച്ച് എല്ലാം കഴിഞ്ഞിരുന്നു. അത് കണ്ട് ശാരദയ്ക്ക് വളരെയധികം സന്തോഷമായി. അമ്മായിയമ്മ മരുമകളെ വിളിച്ച് തനിക്ക് കാപ്പി കൊണ്ടുവരാൻ പറയുന്നു. ശാന്തി അമ്മായിയമ്മയ്ക്ക് കാപ്പി കൊണ്ടു കൊടുക്കുന്നു. അത് വളരെ നന്നായിട്ടുണ്ട് എന്ന് ശാരദ പറയുന്നു. കുറച്ച് പുറത്തു നിന്ന് രുക്മിണി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അമ്മ മരുമകളെ പ്രശംസിക്കുന്നത് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തെങ്കിലും ഉടനെ ചെയ്ത് തന്റെ അമ്മയ്ക്ക് മരുമകളോട് രസക്കേടുണ്ടാക്കണം എന്ന് രുക്മിണി ചിന്തിക്കുന്നു. ഇപ്പോൾ ശാന്തി ഇങ്ങനെ പറയുന്നു. അമ്മേ, രാവിലെ കഴിക്കാൻ ഞാൻ എന്താണ് ഉണ്ടാക്കേണ്ടത്? ഉച്ചയ്ക്ക് എന്തൊക്കെയെല്ലാമാണ് ഉണ്ടാക്കേണ്ടത്? ശാരദ മരുമകളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു. ശരിയെന്ന് പറഞ്ഞ് ശാന്തി അടുക്കളയിലേക്ക് പോയി തന്റെ അമ്മായിയമ്മ പറഞ്ഞതുപോലെ എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നു. പുറത്തുനിന്ന് ആരോ വിളിക്കുന്നുണ്ട് എന്ന് തോന്നി ശാന്തി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ഇത് വളരെ നല്ല സമയമാണെന്ന് കരുതി രുക്മിണി നേരെ അടുക്കളയിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ഏട്ടത്തിയമ്മ ഉണ്ടാക്കി വെച്ച എല്ലാ കറികളിലും കുറെ ഉപ്പ്, മുളക് വാരിയിടുന്നു. എന്നിട്ടൊന്നും അറിയാത്ത പോലെ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ശാന്തി തിരിച്ച് അടുക്കളയിലേക്ക് ചെന്ന് ഉണ്ടാക്കി വെച്ച ഭക്ഷണങ്ങളെല്ലാം എടുത്ത് കഴിക്കുന്നതിനായി അമ്മായിയമ്മയെ വിളിക്കുന്നു. മരുമകൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കുന്നതിനായി ശാരദ തയ്യാറായി വന്നിരിക്കുന്നു. അമ്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണവും മേശയിൽ വിളമ്പി വെക്കുന്നു. ശാരദ തന്റെ മരുമകൾ ഉണ്ടാക്കിയ ഭക്ഷണം കൊതിയോടെ കഴിക്കുവാൻ ആരംഭിക്കുന്നു. എന്ന് പറഞ്ഞ് പ്ലേറ്റ് ശാരദ ശാന്തിക്ക് നേരെ നീക്കിവെക്കുന്നു. അമ്മായിയമ്മ ദേഷ്യപ്പെട്ടത് കണ്ട് ശാന്തി പരിഭ്രമിക്കുന്നു. ശാരദ ശാന്തിയെ ഒരുപാട് വഴക്ക് പറയുന്നു. അമ്മായിയമ്മ ഇങ്ങനെ പറയുന്നത് കേട്ട് ശാന്തിക്ക് വളരെ വിഷമമായി. അപ്പോൾ അതുവഴി വന്ന രുക്മിണി ഇതെല്ലാം കണ്ട് വളരെയധികം സന്തോഷിച്ച് വളരെ നന്നായി എന്ന് മനസ്സിൽ പറയുന്നു. അമ്മേ, അമ്മയ്ക്ക് വേണ്ടി എല്ലാ ഭക്ഷണവും ഞാൻ എൻ്റെ ഈ കൈകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയത്. എന്താണ് ഉണ്ടായതെന്ന് എനിക്കറിയില്ല. എന്താണ് കാര്യം, ഒന്ന് പറയൂ. ഈ ഭക്ഷണം ഏതെങ്കിലും മനുഷ്യന് കഴിക്കാൻ പറ്റുമോ? ഉപ്പും മുളകും കുറെ ഇട്ട് വെച്ചിരിക്കുന്നു. നിനക്ക് എങ്ങനെയാണ് ഭക്ഷണം ചെയ്യേണ്ടതെന്ന് അറിയില്ലേ? ഇല്ലമ്മേ, ഞാനെല്ലാം ശരിക്കും നോക്കി തന്നെയാണ് ഉണ്ടാക്കിയത്. എന്താ ഉണ്ടായതെന്ന് എനിക്ക് അറിയില്ല. അടുത്ത തവണ ഇങ്ങനെ ഉണ്ടാകില്ല. ഞാൻ ശ്രദ്ധിച്ചുകൊള്ളാം. ഇതെല്ലാം കേട്ട് ശരിയെന്ന് ശാരദ പറയുന്നു. ആ ദിവസം വൈകുന്നേരം ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ആരോ വിളിക്കുന്നതായി ശാന്തിക്ക് തോന്നി. പുറത്തു വന്ന് നോക്കിയപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. രാവിലെയും ഇത് തന്നെയാണ് ഉണ്ടായത്. ഈ സമയം അമ്മായിയമ്മയെയും കൊട്ടി ശാന്തി അടുക്കളയിലേക്ക് പോയി. എന്നിട്ട് രുക്മിണി എന്താണ് ചെയ്യുന്നതെന്ന് ശാരദയ്ക്ക് കാണിച്ചു കൊടുത്തു. തന്റെ മകൾ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ശാരദയ്ക്ക് ഒന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. ശാന്തി ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിൽ ഉപ്പും മുളകും ചേർത്ത് തിരിച്ചു നടന്നു വരുന്ന രുക്മിണി അവിടെ അമ്മയെയും ഏട്ടത്തെയും കണ്ട് പരിഭ്രമിക്കുന്നു. അമ്മി, രാവിലെയും ഞാൻ നല്ലപോലെ നോക്കി ഭക്ഷണം ഉണ്ടാക്കിയതാണ്. അതിനെല്ലാം ഉപ്പും മുളകും ചേർത്ത് എല്ലാം ആകെ മോശമാക്കിയത് ഈ രുക്മിണിയാണ്. ശാരദയ്ക്ക് നല്ലപോലെ ദേഷ്യം വന്നു. മകളെ ഒരുപാട് ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് തിരിച്ചയക്കുന്നു. തന്റെ മകൾ ചെയ്ത തെറ്റിന് ശാരദ മരുമകളോട് മാപ്പ് ചോദിക്കുന്നു. മരുമകളെ തെറ്റിദ്ധരിച്ചതിൽ വിഷമമുണ്ടെന്ന് ശാരദ പറഞ്ഞു. അന്നു മുതൽ അമ്മായിയമ്മയും മരുമകളും വളരെ സന്തോഷത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.